ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിൽ മോഹൻലാലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. മോഹൻലാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ഏറ്റവും വലിയൊരു ആക്ടറാണ് എന്ന് തന്നെ പറയാം. അതിൽ തന്നെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അഭിമാനമുള്ളത് നമ്മൾ മലയാളികളായ ആളുകൾക്ക് മാത്രമാണ്. അത്രയും ഒരു ഡെഡിക്കേഷനും പല ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. മോഹൻലാൽ വളരെ ചെറുപ്പം പ്രായത്തിൽ തന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് അതിൽ ചെറിയ ചെറിയ റോളുകളായിട്ട് വില്ലൻ റോളുകളായിട്ടും അതുപോലെ നെഗറ്റീവ് ക്യാരക്ടർ റോളുകളൊക്കെ ആയിട്ടുമാണ് ആദ്യകാലങ്ങളിൽ സിനിമയിലേക്ക് വന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന സിനിമയിൽ വന്നിട്ട് വളരെ കുറഞ്ഞ ഒരു റോള്, അതുപോലെ തന്നെ കുറഞ്ഞ ഒരു വേഷം, കുറഞ്ഞൊരു ഫ്രെയിം മാത്രമേ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അദ്ദേഹം ഒരു പടിപ്പടിയായിട്ട് ഓരോരോ ഡയറക്ടർമാരെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിന് വലിയൊരു റോള് കിട്ടണമെന്ന് സംസാരിച്ച് അങ്ങനെ പലരുടെയും പിന്നിൽ പോയിട്ടാണ് പിന്നെ സിനിമ ഫീൽഡിലേക്ക് അങ്ങോട്ട് കാല് കുത്തുന്നത്. അങ്ങനെ ഇവിടെ ഈ 90s 22K അതുപോലെ 2010 അതിലൊക്കെ അഭിനയിച്ച പടങ്ങളൊക്കെ വളരെ മാക്സിമം പടങ്ങളിലൊക്കെ ഭയങ്കര ഹിറ്റാണ്. കുറഞ്ഞ പടങ്ങൾ മാത്രം ഒരു ആവറേജും അതുപോലെ തന്നെ ഫ്ലോപ്പുമായത് ഉണ്ട്. അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലെ ഓരോ ആക്ടർമാർ അദ്ദേഹത്തെക്കുറിച്ചെന്ന് നമുക്ക് കേൾക്കാം. ഒരു സ്പീച്ചിൽ രജനികാന്ത് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തെ പോലൊരു ആക്ടർ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്നുള്ളത്. കാരണം രജനി തന്നെ അത്രമാത്രം വലിയൊരു ആക്ടറാണ്. അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്കില്ല് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അത് ആ ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ലാസ്റ്റ് അഭിനയിച്ച വിജയൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ജില്ല എന്ന മൂവി. അത് വളരെ ഹിറ്റായിരുന്നു പടം. അവർ രണ്ടുപേരും അഭിനയിച്ചിട്ട് അച്ഛനും മകനുമായിട്ടുള്ള ജില്ല എന്ന മൂവി വളരെ ഹിറ്റായിരുന്നു തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരള അതർ സ്റ്റേറ്റിൽ നിന്നും. കളക്ഷൻ ബേസും വളരെ നല്ലൊരു കളക്ഷനായിരുന്നു ആ പടത്തിന് കിട്ടിയിരുന്നത്. തമിഴ് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച പടങ്ങളിലൊക്കെ മാക്സിമം ഹിറ്റാണ്. അദ്ദേഹം അതുപോലെ തന്നെ മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയും തമിഴ് ഫിലിമിൽ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ തമിഴ് അവർ കോൺസെൻട്രേഷൻ ചെയ്യാതെ മലയാളത്തിൽ മാത്രമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രണ്ടും മമ്മൂട്ടി മോഹൻലാലും കോംബോ ആണ് തമിഴ്നാട്. അവർ രണ്ടുപേരും ഒരു സിനിമ വന്ന് അവസാനം ഇറങ്ങിയത് 2020 എന്നൊരു മലയാളം മൂവിയാണ്. അതിൽ വന്നിട്ട് മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ ദിലീപ് ജയറാം അങ്ങനെ കുറച്ച് പേര് ഒന്നിച്ച് ചെയ്തൊരു മൂവിയായിരുന്നു 2020. അത് ആ സമയത്ത് തന്നെ വളരെ ഒരു ഹിറ്റ്, കളക്ഷൻ ബേസ് വളരെ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മമ്മൂട്ടി മോഹൻലാലും അഭിനയിച്ചിട്ടില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഇനി ഏതോ ഒരു ഫ്യൂച്ചറിൽ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. രണ്ടുപേരും ഒന്നിച്ച് അഭിനയിക്കുന്നുള്ളതിൻ്റെ ഒരു പോസ്റ്ററും കൂടെ ഇപ്പോൾ യൂട്യൂബിൽ ഭയങ്കര വൈറലായിരുന്നു. എന്തായാലും 100 കോടി മലയാള ഇൻഡസ്ട്രിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ മോഹൻലാലിൻ്റെ ഒരു വലിയ റോള് തന്നെ ഉണ്ട്. ഇപ്പോൾ പല സീനിയർ ആക്ടർമാരുണ്ട്. ഈവൻ മമ്മൂട്ടി കൂടെ ഒരു സീനിയർ ആക്ടറാണ്. അദ്ദേഹത്തിന് പോലും ഒരു 100 കോടി അടിക്കാൻ പറ്റാത്തൊരവസ്ഥ. കളക്ഷൻ ബേസ് അദ്ദേഹം അങ്ങനെ ഒരു ആവറേജിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇതുവരെയായിട്ട് മമ്മൂട്ടി കഴിഞ്ഞിരുന്നില്ല. ബട്ട് അതേസമയം മോഹൻലാൽ ഇപ്പോൾ 2-3 പടത്തിലേറ്റ് 100 കോടി അടിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയിലുപരി അദ്ദേഹം പല ആഡ് ഷോയിൽ അതുപോലെ തന്നെ ഇൻ്റർവ്യൂകൾ, പിന്നെ വന്നത് ബിഗ് ബോസ് എന്നുള്ള പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ആങ്കറായിട്ട് അദ്ദേഹത്തിന് നിയമിച്ചിരുന്നു. അതൊക്കെ വളരെ തന്ത്രപൂർവ്വം അതൊക്കെ വളരെ ഐഡിയപൂർവ്വം ഒക്കെ കൈകാര്യം ചെയ്തിരുന്നതാണ് മോഹൻലാൽ. ഇപ്പോഴത്തെ പിണറായി വിജയനോട് കൂടുതൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലൂടെ അദ്ദേഹം സിനിമ ഫീൽഡിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ പിണറായി വിജയൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ രജനീകാന്താണെന്ന്. കാരണം ഇവർ രണ്ടുപേരും മോഹൻലാലായാലും മമ്മൂട്ടിയാണെങ്കിലും രജനീകാന്താണെങ്കിലും കമലാണെങ്കിലും അവരൊക്കെ ഈക്വലായിട്ട് അഭിനയത്തിൻ്റെ കാര്യത്തിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത ആളുകളാണ്. ഒരു ജോലി എന്ന് വന്നാൽ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് സിനിമ.